എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സുമിത്രയുടെ ഇന്നത്തെ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സിദ്ധാർത്ഥും ദീപവും കൂടി സംസാരിക്കുകയാണ്. അപ്പം ദീപവും പരമശിവവും തമ്മിലുള്ള കാര്യങ്ങളെല്ലാം താൻ സെറ്റിൽ ചെയ്തോളാം, എന്തായാലും നാളെ തന്നെ ദീപു പോയി പരമശിവത്തെ കാണണമെന്നുള്ള നിർദ്ദേശമൊക്കെ കൊടുത്ത് ദീപുവിനെ പറഞ്ഞയക്കുകയാണ് സിദ്ധു. അപ്പൊ സിദ്ധാർത്ഥ് ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ദീപുവിന് വലിയ സമാധാനമൊക്കെ ആയി. തൻ്റെ ഭാര്യയും മകനെയും കൊല്ലുമെന്നാണല്ലോ പരമശിവത്തിന്റെ ഗുണ്ടകള് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ധുവേട്ടൻ ഇതിന് മുൻകൈ എടുത്ത് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നുള്ള വിശ്വാസത്തിൽ ദീപു അവിടുന്ന് യാത്രയാകുകയാണ്. പിന്നീട് നമ്മുടെ സ്വരമോളും അനന്യയും സുമിത്രയും കൂടി വീട്ടിലേക്ക് എത്തുമ്പോൾ അനിരുദ്ധാണെങ്കിൽ ഇരുന്ന് പത്രം വായിക്കുകയാണ്. അപ്പം അനിരുദ്ധിന്റെ അടുത്തേക്ക് സ്വരമോള് വന്നിട്ട് പറയുന്നുണ്ട്, ഡാഡിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, ഡാഡിയുടെ കണ്ണുകളും എല്ലാം അടച്ചേന്നും പറഞ്ഞ് കൊച്ചു തന്നെ നമ്മുടെ അനിയുടെ കണ്ണടക്കിയാണ്. അപ്പോഴത്തേക്കിനും അനന്യ വന്ന് മുൻപിൽ നിൽക്കുമ്പം ഇനി പതിയെ കണ്ണ് തുറന്നോന്ന് പറയുക. പെട്ടെന്ന് തന്നെ അനന്യയെ കണ്ടതും അനിരുദ്ധിന് വലിയ സന്തോഷമൊക്കെ ആയി. അനന്യ, നീ വന്നല്ലോ, എന്തായാലും മോള് മമ്മിയെ കൂട്ടാൻ വേണ്ടി പോയതാണോ എന്ന് ചോദിക്കുമ്പം അതെ, ഞാനും അച്ഛമ്മയും കൂടി മമ്മിയെ കൂട്ടാൻ വേണ്ടി പോയതാണ്. ഇനി എൻ്റെ മമ്മിയും ഡാഡിയും ഒക്കെ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നും പറഞ്ഞ് സ്വരയാണെങ്കിൽ രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ ചേർത്ത് വെക്കാൻ നോക്കുകയാണ്. അപ്പം അനന്യക്കാണെങ്കിൽ ചെറിയ അകൽച്ചയൊക്കെ ഉണ്ട്. അനന്യ, നീ എന്തായാലും എന്നോടുള്ള ദേഷ്യമൊക്കെ മറന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നല്ലോ, എനിക്ക് സന്തോഷമായെന്ന് പറയുമ്പം അതെ അനിരുദ്ധേ, നിങ്ങളും നിങ്ങളുടെ അമ്മയും ഒന്നും വിചാരിച്ച കൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വന്നത് എൻ്റെ മോളെക്കുറിച്ച് മാത്രം ആലോചിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ പഴയതുപോലെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് അനന്യ അവിടെ അങ്ങനെ കുത്തിയിരിക്കുക. അപ്പം അനിരുദ്ധിനും ചെറിയൊരു ദേഷ്യമൊക്കെ ആയി. അങ്ങോട്ടേക്ക് ഇതാ നമ്മുടെ ഇവള് വരിക, ശീതള് വന്ന പാടെ തന്നെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ ഇതെവിടെ പോയതാ? അമ്മ അനിയേട്ടൻ്റെയും അനന്യേച്ചിയുടെയും പിണക്കം തീർക്കാൻ വേണ്ടി പോയതാണോ എന്ന് ചോദിക്കുമ്പം അതെ മോളെ, അവരിനിയും അകന്ന് നിന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല. സ്വരമോൾക്ക് എത്രമാത്രം സങ്കടം ഉണ്ടെന്നുള്ളത് നീയും കണ്ടതല്ലേ. അതുകൊണ്ട് അമ്മ മുൻകൈ എടുത്ത് അവളെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറയുക. അപ്പം ഇവൾക്ക് ശീതളിന് തീരെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ അച്ഛമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ശീതളിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ശീതളിന് ഇതൊന്നും താല്പര്യം ഇല്ലാത്തതുപോലെ ശീതൾ അപ്പുറേ പോകുമ്പം അനന്യ ശീതളിനെ കാണുകയാണ്. അപ്പം അനന്യയാണെങ്കിൽ ശീതളെ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പം അവൾ പ്രത്യേകിച്ച് മൈൻഡൊന്നും കൊടുക്കുന്നില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ നാത്തൂനെ കണ്ടതാണ് എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ അനന്യയോട് മുഖം വെട്ടി അങ്ങ് അവൾ പോകുന്ന ആ സമയത്താണെങ്കിൽ അനന്യ നമ്മുടെ അനിരുദ്ധിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശീതളിന് എന്താ പറ്റിയത്, ശീതൾ എന്താ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയത് എന്നുള്ള കാര്യം ചോദിക്കുമ്പം അത് വേണമെങ്കിൽ ശീതളിനോട് ചോദിക്കേണ്ടി വരുമെന്നും പറഞ്ഞ് അനിരുദ്ധ് ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണെങ്കിൽ ഭയങ്കര തലവേദന എടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും പങ്കജിനെയും പൂജയെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തലവേദന അഭിനയിക്കുന്നത്. തലവേദന കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ പങ്കജാണെങ്കിലോ പൂജയുമായിട്ട് ഒരു പാർട്ടിക്ക് പോകാൻ തയ്യാറാകുകയാണ്. അപ്പോൾ പൂജയ്ക്ക് മനസ്സൊന്നുമില്ല, എന്നാൽ കൂടിയും പങ്കജ് ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് പൂജ അവൻ്റെ കൂടെ പോകാം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടു കൂടി പൂജ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ രഞ്ജിത ആൻറ്റി തലവേദന കൊണ്ട് പൊളയുന്ന കാഴ്ച. അപ്പം എന്ത് പറ്റി ആൻറ്റി, എന്താ തലയ്ക്ക് വേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അതേ മോളെ, നല്ല തലവേദന ഉണ്ട്. അപ്പം നമ്മുടെ അരവിന്ദനാണെങ്കിലോ പുള്ളിക്കാരൻ പാർട്ടിക്ക് പോകാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിങ്ങ് വരികയാണ്. അല്ല രഞ്ജു, നീ എന്താ പാർട്ടിക്ക് വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല, ദേ എനിക്ക് നല്ല തലവേദന ഉണ്ട്, ടാബ്ലറ്റ് എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമ്പം എനിക്ക് ടാബ്ലറ്റ് ഒന്നും വേണ്ട എന്നും പറഞ്ഞ് രഞ്ജിത പതിയെ നമ്മുടെ അരവിന്ദനെ കണ്ണിറക്കി കാണിക്കുക. പക്ഷേ ആ പൊട്ടന് അതൊന്നും മനസ്സിലായില്ല. പുള്ളിക്കാരനാണെങ്കിലും നീ എന്താ രഞ്ജു കണ്ണിറക്കി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, നിങ്ങളോട് ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതെ പിള്ളേർ രണ്ടുപേരും കൂടി പാർട്ടിക്ക് പോയിക്കോളും, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കാര്യങ്ങളും നോക്കി എന്നെ പരിചരിച്ച് ഇവിടെ ഇരിക്കുമെന്ന് പറയുമ്പം എൻ്റെ പൊന്നു രഞ്ജു, ദേ വല്ലപ്പോഴും കിട്ടുന്ന നല്ല നല്ല ഫുഡുകളാണ്, അത് ഇത്തരത്തിലുള്ള പാർട്ടികളിൽ പോയാലേ കിട്ടുകയുള്ളൂ. ഞാൻ അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പാർട്ടിക്ക് പോകും. ദേ അരവിന്ദേട്ടാ, നിങ്ങളുടെ അടുത്ത് ഞാനല്ലേ പറഞ്ഞത് പോവണ്ടെന്ന്, എൻ്റെ കാര്യങ്ങൾ നോക്ക്, പിള്ളേർ പോയിക്കോളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും പങ്കജ് പറയാം, അത് ശരിയാ ഡാഡി ഇവിടെ നില്ല, പൂജയും ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാന്ന് പറഞ്ഞ് പൂജയും കൊണ്ട് പോകാൻ തുടങ്ങുമ്പം ആൻറ്റിക്ക് വയ്യാത്തതല്ലേ പങ്കജ്, നിങ്ങൾ ഡാഡിയും മോനും കൂടി പോയിക്കോ, ഞാൻ ആൻറ്റിയുടെ കാര്യങ്ങൾ നോക്കി ഇവിടെ നിന്നോളാന്നും പറഞ്ഞ് പൂജ അവിടെ ഒതുങ്ങിക്കൂടാൻ നോക്കുമ്പം പങ്കജ് വിടുവോ? പങ്കജിന് എങ്ങനെയെങ്കിലും പൂജയുമായിട്ട് പുറത്തു പോയാലേ പറ്റുള്ളൂ, നിനക്ക് സാധനങ്ങളൊക്കെ വാങ്ങിത്തരാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ ഇപ്പം എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ വാന്നും പറഞ്ഞ് പങ്കജ് പിടിച്ച പിടിയാലെ പൂജയെ കൊണ്ടുപോവുകയാണ്.
പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരസ്വതി അമ്മയാണ്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ശീതളിനോട് ഓരോ കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് വെച്ചത് കൊണ്ട് തന്നെ അനന്യയുടെയും അതുപോലെ അനുരുദ്ധിൻ്റെയും ഒക്കെ പിണക്കം തീർക്കാനായിട്ട് സുമിത്രയ്ക്ക് നേരമുണ്ട്. നിന്റെ കാര്യങ്ങളിൽ മാത്രമാണ് സുമിത്രയ്ക്ക് ഒരു ശ്രദ്ധയില്ലാത്തത് എന്നും പറഞ്ഞ് ഒന്നും കൂടി എരിപിരി കയറ്റി കൊടുക്കുമ്പോഴത്തേക്കിനും ശീതളാണെങ്കിലോ അത് ശരി തന്നെയാണ്, തൻ്റെ അമ്മ തൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും കാണിക്കുന്നില്ല എന്നും വിചാരിച്ച് അവൾ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പം ആ ഒരു സീനൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ദീപു ആണെങ്കിലോ പരമശിവത്തെ ചെന്ന് കാണുക. പരമശിവത്തെ ചെന്ന് കണ്ടതും ദീപുവിനെ എടുത്ത് കൊടയുക പരമശിവം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൈസ ഒന്നെങ്കിൽ തരണം, അല്ലെങ്കിൽ ശ്രീനിലയം സ്വന്തമാക്കുന്ന കാര്യത്തിൽ നിന്നും സിദ്ധാർത്ഥിനെ പിന്തിരിപ്പിക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സാധിക്കണം. ഇല്ലാത്ത പക്ഷം ഉണ്ടല്ലോ, ഞാൻ ഇനി നിന്നെ അല്ല കൊല്ലാൻ പോകുന്നത്, നിന്റെ ഭാര്യയെയും മകനെയും ആയിരിക്കും എന്നുള്ളൊരു ഭീഷണി മുഴക്കുമ്പം പരമശിവത്തിന് മുന്നിൽ നമ്മുടെ ദീപു ആണെങ്കിൽ തകർത്തങ്ങ് അഭിനയിക്കുകയാണ്. അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പോയി സിദ്ധുവേട്ടനെ കണ്ടു, പക്ഷേ പുള്ളിക്കാരൻ പോകോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. ആശാ മിക്കവാറും ഈ നാട് വിട്ടു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രീനിലയത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്നുള്ളൊരു തീരുമാനമൊന്നും സിദ്ധുവേട്ടൻ എടുക്കില്ല. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ സിദ്ധുവേട്ടൻ പറയുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും ഞാൻ നിങ്ങളെ വന്ന് അറിയിച്ചോളാന്നും പറഞ്ഞ് പരമശിവത്തിൻ്റെ അടുത്ത് പറയുമ്പം പരമശിവാണെങ്കിലോ ദീപു, നിന്റെ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമല്ല എങ്കിലുണ്ടല്ലോ നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ നിന്നോട് കാശൊന്നും ചോദിക്കില്ല. ഇത് കേട്ട് ദീപുവിന് ഭയങ്കര ആശ്വാസമായി. പരമശിവം, സത്യമായിട്ട് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണോ? നിങ്ങൾ ഇനി എന്നോട് കാശൊന്നും ചോദിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ, ഞാൻ നിന്നോട് ഇനി കാശൊന്നും ചോദിക്കില്ല. അതിന് നീ ജീവിച്ചിരുന്നെങ്കിലല്ലേ കാശ് ചോദിക്കേണ്ട കാര്യമുള്ളൂ. നിന്നെയും നിന്റെ കുടുംബമൊക്കെ ഞാൻ ശരിയാക്കി കളയുമെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ സംസാരിക്കുമ്പോഴത്തേക്കിനും എൻ്റെ പൊന്നു പരമശിവം, ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സിദ്ധുവേട്ടൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. സിദ്ധുവേട്ടൻ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ പേടിയുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ ഈ നാട്ടിൽ നിന്ന് പോകാനാണ് സാധ്യത. ഇനിയിപ്പോൾ ശ്രീനിലയം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടേന്നേ. നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് പറയുമ്പം ആദ്യം സിദ്ധാർത്ഥിനെ പറഞ്ഞു വിട്. അതിനുശേഷം നിന്റെ കാര്യത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചോളാം. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ദീപു നിന്ന് ആലോചിക്കുക, ഈ ഗുണ്ടകളൊക്കെ ഭയങ്കര മണ്ടന്മാരാന്ന് പറയുന്നത് ശരി തന്നെയാണല്ലോ. ഇവനോട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ വിശ്വസിച്ചിട്ടാ പോയേക്കുന്നത്. ഇനി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ദീപു ഒരു ചിരി അങ്ങ് അവിടെ നിന്ന് ചിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ സുമിത്രയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുക. സുമിത്രയ്ക്ക് തൻ്റെ അച്ഛൻ എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്നും അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ തൻ്റെ ശ്രീനിലയം അത് സുമിത്രയ്ക്ക് നൽകണമെങ്കിൽ അച്ഛൻ ഒരുപാട് അവളെ ഹൃദയത്തിൽ ഏറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ സിദ്ധു ഇങ്ങനെ ആലോചിക്കുമ്പം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് തനിക്ക് നൽകിയിട്ടാണ് സുമിത്ര രോഹിത്തിനോടൊപ്പം പോയത്. അതുകൊണ്ട് തന്നെ താൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ സുമിത്രയ്ക്ക് ശ്രീനിലയം തിരികെ ഏൽപ്പിക്കണം എന്നുള്ള കാര്യമാണ് സിദ്ധു ആലോചിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടുമ്പോഴത്തേക്കിനും നമ്മുടെ സരസ്വതി അമ്മ അങ്ങോട്ട് വരിക. സരസ്വതി വന്നതും എൻ്റെ പൊന്നുമോനെ, നീ ഇങ്ങനെ കണ്ട് ആലോചിച്ചിട്ടും സുമിത്രയെക്കുറിച്ച് ചിന്തിച്ചിട്ടും ഒന്നും ഒരു പ്രയോജനം ഇല്ലടാ. അവൾ നിന്റെ മനസ്സിൽ ഉണ്ട്, പക്ഷേ അവൾ അങ്ങനെയൊന്നും അല്ല ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. നിന്നെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്തയും അവളുടെ മൈൻഡിലില്ല. അതുകൊണ്ടാണ് നീ വീണ്ടും അവളോട് താല്പര്യം പ്രകടിപ്പിച്ചപ്പോഴും അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. അവൾക്ക് ആകെ ഉള്ളത് ആ ചത്തുപോയ രോഹിത്തും അതുപോലെ തന്നെ പൂജയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എൻ്റെ ശീതള് കടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ നീ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അമ്മ ദയവ് ചെയ്ത് അമ്മ സുമിത്ര ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. അവൾക്കറിയാം ഏത് തീരുമാനം എപ്പോൾ എടുക്കണം എന്നുള്ള കാര്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് പറയുമ്പോൾ മോനെ, പണ്ടത്തെ സ്വഭാവമൊക്കെ നിൻ്റെത് ഒരുപാട് അങ്ങ് മാറിപ്പോയല്ലേ. പണ്ടത്തെ സിദ്ധു ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സുമിത്ര പോയി കഴിഞ്ഞാൽ നീ മറ്റൊരു പെണ്ണിനെ സ്വീകരിച്ചേനെ. അങ്ങനെ ഒന്നു മാറി നീ സ്വീകരിച്ചു പോയേനെ. ഇപ്പം നീ എന്തായാലും സുമിത്രയ്ക്ക് അടിമയായി പോയോ എന്നൊക്കെ ചോദിച്ച് സരസ്വതി അമ്മ സിദ്ധുവിനെ കളിയാക്കുമ്പോഴത്തേക്കിനും സിദ്ധാർത്ഥ പറയുകയാണ്, അമ്മ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അത് എനിക്ക് സുമിത്രയിൽ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ സ്നേഹം ഇപ്പോഴാണ് എനിക്ക് അവളോട് തിരികെ തോന്നുന്നതെന്ന് മാത്രം. എന്തായാലും ഇനി ഈ ജന്മത്തിൽ തനിക്ക് മറ്റൊരു കൂട്ടില്ല എന്നുള്ള കാര്യം സിദ്ധു പറയുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.